ഇവിടുത്തെ അംഗമായിട്ട് കൂടി ഒരു കാർ വർക്ക്ഷോപ്പിൽ ഒരു ജോലിക്കാരനാവുക. അതാര് പറഞ്ഞു? അത് എനിക്കറിയാം. TVS അങ്ങനെ ചിന്തിച്ച എന്തുകൊണ്ടാ? എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായി. അതെ, എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൊട്ടാരത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടും ചരിത്രം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ പ്രേരിപ്പിക്കും. ചിത്രതിരുനാളിൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് എല്ലായിടത്തും പോകുമ്പോൾ ഇതെന്താ അതെന്താന്ന് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ക്ലോസ് ആയിരുന്നു. അദ്ദേഹം എന്നും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഥയൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ രാമായണം. ഇപ്പം എത്ര രാജ്യങ്ങളായിട്ടുണ്ടാവും? പോവാത്തത് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതാണ് എളുപ്പം. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒന്നും പോയിട്ടില്ല. ചൈന വരെ പോയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് വില കൂടിയ ഒരു കാറ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച കാറ്, വോക്സ്വാഗൺ ബീറ്റിൽ. എൻ്റെ കണക്കിന് ഏറ്റവും വില കൂടിയ കാർ അതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു പജേറോ ഉണ്ട്, പിന്നെ ഒരു EV വാങ്ങിച്ചു, സെലേറിയോ, പിന്നെ സ്വർണ്ണ തേങ്ങയുണ്ട്. ഒരു ന്യൂസിൽ പറഞ്ഞ 5 കിലോ വലിപ്പമുള്ള സ്വർണ്ണ തേങ്ങയുണ്ട്. ചെറിയ സാധാരണ തേങ്ങ തന്നെ. അത് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഫ്ലിംസിയാണ്, പ്യുവർ ഗോൾഡ് ആയതുകൊണ്ട് ബലമില്ല. പിടിക്കുമ്പോൾ ശകലം ബലം കുറവാണ്. ഫുൾ ഗോൾഡാണ്. അറിയാതെ തന്നെ ഒരു കല്ല് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ വലിയ വാർത്തയാണ്. കല്ല് കാണാനില്ല, ഇത്രയും സെക്യൂരിറ്റി ഉള്ള അടുത്തൊരു കല്ല്. അതിൻ്റെ അത് തന്നെ കാണുന്ന സാധനമാണ്. നോക്കിയെടുക്കണം. ഫ്രീഡം കുറച്ച് കൂടുതലാണ് സ്പീച്ചിന്. അത്രയൊന്നും വേണ്ട. ആരും വേദനിപ്പിക്കാത്ത സ്പീച്ചാണെങ്കിൽ കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ കണ്ടില്ലേ എന്തൊക്കെ ആൾക്കാരെ പറ്റി പറയുന്നത്? എന്നെ പറ്റിയുണ്ട്. തീർച്ചയായിട്ടും.